നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 8 തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച നല്ലൊരു റിക്കവറിയാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. അത് നല്ലൊരു സൈനായി തന്നെ കാണാം. കൂടാതെ അപ്സൈഡിൽ വളരെ പ്രധാനപ്പെട്ട ചില റെസിസ്റ്റൻസ് ഏരിയകളാണ് ഇനി വരുന്നത്. അതെല്ലാം വീഡിയോയുടെ അവസാനം നമ്മൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കുറിച്ചുള്ള നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂ പറയുന്നുണ്ട്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള കുറച്ച് ഹെഡ്ലൈൻസിലേക്കാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇൻഡിഗോ ഫോക്കസിലുള്ള ഒരു കമ്പനിയായിരുന്നു. 6 ദിവസത്തെ തടസ്സങ്ങൾക്ക് ശേഷം ഇൻഡിഗോ അതിന്റെ ശൃംഖല ഏകദേശം 75% പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. അതായത് 1650-ലേറെ വിമാന സർവീസുകൾ ഇതിനോടകം നടത്തി വരുന്നുണ്ട്. സാധാരണ ഷെഡ്യൂളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2300-ലധികം വരും. ഡിസംബർ 10 മുതൽ 15-ലെ മുൻ എസ്റ്റിമേറ്റിനേക്കാൾ നേരത്തെ ഡിസംബർ 10 തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇൻഡിഗോ പ്രതീക്ഷിക്കുന്നത്. 610 കോടി മൂല്യമുള്ള റീഫണ്ടുകൾ പ്രോസസ്സ് ചെയ്തതായി സർക്കാർ പറയുന്നു. ഇതിനു പുറമെയാണ് ശനിയാഴ്ച ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. ഇൻഡിഗോയുടെ സർവീസുകൾ തകരാർ മൂലമുണ്ടായ ഉയർന്ന ടിക്കറ്റ് നിരക്കുകൾ നിയന്ത്രിക്കാൻ സർക്കാർ വിമാന നിരക്കുകൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തുന്നു. 500 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് 7500-ഉം 500 മുതൽ 1000 വരെയുള്ള കിലോമീറ്ററുകൾക്ക് 12000-ഉം 1000 മുതൽ 1500 കിലോമീറ്റർ വരെയുള്ളവയ്ക്ക് 15000-ഉം 1500 കിലോമീറ്ററിന് മുകളിൽ 18000-ഉം എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ ഇപ്പോഴുള്ളത്. മറ്റൊരു മുഖ്യമായിട്ടുള്ള വാർത്തയുള്ളത് 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 7% അല്ലെങ്കിൽ അതിൽ കൂടുതൽ വളർച്ച കൈവരിക്കുമെന്ന് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പ്രതീക്ഷിക്കുന്നു. ആഗോളതലത്തിൽ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ശക്തമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും പ്രതിരോധ ശേഷിയുള്ള ആഭ്യന്തര ആവശ്യവുമാണ് ഈ വളർച്ചാ ശുഭാപ്തി വിശ്വാസത്തിന് പിന്നിലെന്നാണ് അവർ പറയുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ GDP 8.2% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ഏതായാലും ഫൈനാൻസ് മിനിസ്റ്ററിൽ നിന്നുള്ള ഈ വാക്കുകൾ വളരെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു സ്റ്റോക്കിലേക്കാണ് അദാനി പവർ. 2032 സാമ്പത്തിക വർഷത്തോടെ അദാനി പവർ ഏകദേശം 24 ജിഗാവാട്ട് താപശേഷി കൂട്ടിച്ചേർക്കാൻ പദ്ധതിയിടുന്നു. ഇന്ത്യയിലെ താപവൈദ്യുതി മേഖലയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ മൂലധന നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നു. ഈ ശേഷി വികസനത്തിനായി കമ്പനി ഏകദേശം 2 ലക്ഷം കോടിയാണ് നീക്കിവച്ചിരിക്കുന്നത്. മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത കൂടി ഇന്നുണ്ട്. തിങ്കളാഴ്ച ഇന്ത്യ സന്ദർശിക്കാൻ എത്തുകയാണ് യൂറോപ്യൻ യൂണിയനിലെ വ്യാപാര സംഘം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിലെ പുരോഗതി അവലോകനം ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അവർ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിനെ കാണും. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. US വിപണികൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ ഡിസംബർ 10 ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് നടക്കാനിരിക്കുന്നത്. അതും വളരെ പ്രധാനപ്പെട്ടതായി ഇൻവെസ്റ്റേഴ്സ് കാണുന്നു. US പ്രധാനപ്പെട്ട 3 ഇൻഡെക്സുകളും പോസിറ്റീവിലാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ക്ലോസ് ചെയ്യുന്നത്. ഇനി വെള്ളിയാഴ്ചയാണ് US സെപ്റ്റംബർ മാസത്തിലെ കോർ PCE ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നത്. ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗിന് മുന്നോടിയായി പുറത്തു വന്ന ഈ ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് കാണുന്നത്. ഒരു പ്രധാനപ്പെട്ട പണപ്പെരുപ്പ ഡാറ്റ കൂടിയാണിത്. പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ പണപ്പെരുപ്പം കാണിച്ചതിനാൽ വെള്ളിയാഴ്ച ഓഹരി വിപണികൾ ഉയർന്നു. ഈ ആഴ്ച US ഫെഡറൽ റിസർവിന്റെ യോഗത്തിന് മുൻപുള്ള അവസാനത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക അപ്ഡേറ്റുകളിൽ ഒന്നായിരുന്നു ഈ റിപ്പോർട്ട്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ഇൻഫോസിസ് 1.20% ഇടിഞ്ഞു. വിപ്രോ 1% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 0.67% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.35% ഉയർന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണുള്ളത്. ഇനി യൂറോപ്യൻ വിപണികളിലേക്ക്. സമ്മിശ്രമായാണ് യൂറോപ്യൻ വിപണികൾ ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.45% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. CAC 0.09% ഇടിഞ്ഞു. ഡാക്സ് 0.61% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ചൈനയിൽ നിന്നുള്ള ട്രേഡ് ഡാറ്റയ്ക്ക് മുന്നോടിയായി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.28% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.24% നേട്ടത്തിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 26,323 എന്ന നിലയിൽ 12 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം 10 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 1299 രൂപയ്ക്ക്
3 മാസത്തേക്ക് 55% ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം എറ്റേണൽ എന്ന കമ്പനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ, പേര് വെളിപ്പെടുത്തിയിട്ടില്ല, 0.5% ഓഹരികൾ ഒരു ബ്ലോക്ക് ഡീൽ വഴി ഏകദേശം 1500 കോടി രൂപയ്ക്ക് വിൽക്കാൻ പദ്ധതിയിടുന്നു. അടുത്തത് ബയോകോൺ എന്ന കമ്പനിയാണ്. ബയോകോൺ അതിൻ്റെ അനുബന്ധ സ്ഥാപനമായ ബയോകോൺ ബയോളജിക്സിനെ 2026 മാർച്ചോടെ പ്രധാന കമ്പനിയിൽ പൂർണ്ണമായും ലയിപ്പിക്കും. ഷെയർ സ്വാപ്പ് വഴി സെറം, ടാറ്റ ക്യാപിറ്റൽ, ആക്റ്റീവ് പൈപ്പ് എന്നിവയിൽ നിന്ന് ബാക്കിയുള്ള ഓഹരികൾ അവർ വാങ്ങും. മറ്റൊരു കമ്പനി ICICI ബാങ്കാണ്. ICICI പ്രൊഡൻഷ്യൽ AMC 10,603 കോടി രൂപയുടെ IPO ആസൂത്രണം ചെയ്യുന്നു. ഡിസംബർ 12 മുതൽ 16 വരെ IPO ആരംഭിക്കും. ഒരു ഓഹരിക്ക് 2061 മുതൽ 2165 വരെയായിരിക്കും വിലയുണ്ടായിരിക്കുക. മറ്റൊരു കമ്പനി ONGC ആണ്. അരുൺ കുമാർ സിംഗ് 1 വർഷത്തേക്ക് കൂടി ചെയർമാനും CEOയുമായി വീണ്ടും നിയമിതനായി. അടുത്ത LIC എന്ന കമ്പനിയാണ്. LIC ബോർഡിലെ നോമിനി ഡയറക്ടറെ സർക്കാർ മാറ്റി, ശാലിനി പണ്ഡിറ്റിനെ നിയമിച്ചു. മറ്റൊരു കമ്പനി SPML ഇൻഫ്ര എന്ന കമ്പനിയാണ്. ജൽജീവൻ മിഷന്റെ കീഴിൽ രാജസ്ഥാനിൽ 207 കോടി രൂപയുടെ ജലവിതരണ പദ്ധതി കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് NBFC ഇന്ത്യ എന്ന കമ്പനിയാണ്. ഗ്രേറ്റർ നോയിഡയിൽ 175 ഫ്ളാറ്റുകൾ ഈ ലേലത്തിലൂടെ കമ്പനി വിറ്റു. 485 കോടി രൂപ കമ്പനി നേടിയിരിക്കുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അടുത്തതായി FIDA ഡാറ്റയിലേക്കാണ്. FIS 439 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. DIS ആവട്ടെ 4189 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 26,186-ൽ 153 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഒരു ഫോളിംഗ് വെഡ്ജ് പാറ്റേണിന് സമാനമായിട്ടുള്ള പാറ്റേൺ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അപ്സൈഡിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനും കൂടാതെ ഓൾ ടൈം ഹൈ ഒക്കെ വരുന്ന 26,326 ലെവലുകളുമൊക്കെയാണ്. അതായത് 26,277 മുതൽ 26,326 വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സോണാണ്. ഒരു സെല്ലിംഗ് ഏരിയ കൂടിയായിരുന്നു ഇത്. അതായത് ഡിസംബർ 1-ാം തീയതി ഈ ഒരു സോണിൽ ടച്ച് ചെയ്തിരുന്ന നിഫ്റ്റി പിന്നീട് ഏകദേശം ഇടിഞ്ഞത് 430ഓളം പോയിന്റ്സ് ആണ്. ഇനി ഈ ഒരു സോണിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കാൻ സാധിക്കുകയാണെങ്കിൽ, അതായത് 26,326 മുകളിലൊക്കെ ആയിട്ട് ഒരു വീക്ക്ലി ക്ലോസിംഗ് ഒക്കെ വെക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ല പോസിറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,300-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,100-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 59,777-ൽ 499 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,500-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കുറച്ച് ദിവസം മുൻപും ഇത്തരത്തിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വരുന്ന ദിവസങ്ങളിൽ കൂടി നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടാതെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഹൈലൈറ്റുകളുമാണ് നമ്മളിവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അത് ഇവിടെ ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഏവർക്കും നന്ദി.